അത് നിന്നിട്ടൊന്ന് വരയണം. പറഞ്ഞ് അത് വയറിനകത്ത് വേസ്റ്റൊക്കെ എടുത്ത് കളയണം. അത് കഴുകി എടുക്കണം. ഓൾറെഡി കഴുകി വെച്ചേക്കുന്ന സാധനമാണ്. ഇത് കഴുകി ക്ലീനാക്കി എല്ലാം വെട്ടി ക്ലിയറാക്കി വെച്ചേക്കുന്ന സാധനമാണ്. ചേച്ചിമാർ നമ്മളെ ഒന്നുകൂടി ഞങ്ങളിതൊന്ന് ക്ലിയറാക്കി എടുക്കണമെന്നുള്ളൂ. പിന്നെ മയനേഷൻ ചെയ്യണം. മയനേഷൻ ഞാനിവിടെ ഇപ്പോൾ 5 വർഷമായി. അന്ന് മുമ്പും വേറെ ഷോപ്പിലായിരുന്നു? അല്ല, ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു. എൻ്റെ നാട്ടിൽ വലിയ തൊട്ടുണ്ടായിരുന്നു. ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്? ഞങ്ങൾ 2 പേരുണ്ട് ഇപ്പം. ഞാൻ ആയതുകൊണ്ട് ആ ചേട്ടൻ വന്നിപ്പോൾ കുറച്ച് ദിവസമായി. പുള്ളി കൊണ്ട് ഞാനും ഉണ്ട്. ആ ചേട്ടൻ ഞാൻ കൂടെയാണ് നിൽക്കുന്നത്. കരിമീൻ എണ്ണയ്ക്കകത്ത് ഇടാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്യണം. ഇല്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിങ്ങനെ ഞാൻ മീൻ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മണക്കാം. വാഴയില പൊതിയുന്നതാണ്. വാഴയില പൊതിയുന്നതിന് മുമ്പ് അത് ജസ്റ്റ് മസാല തേച്ചിരിക്കണം. ജസ്റ്റ് ഹാഫ് ഫ്രൈ ആയ ശേഷം വേണം വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ചില സ്ഥലത്ത് ബോയിൽ ചെയ്യും, നമ്മളിങ്ങനെ ഹാഫ് ഫ്രൈ ചെയ്യും. പീസസൊക്കെ ഇടും. അതൊക്കെയായിട്ട് ചേട്ടാ അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഗൾഫിൽ ഷെഫായിരുന്നു? ഞാൻ ഗൾഫിൽ തന്നെ ഷെഫായിരുന്നു. ഇപ്പം 20 വർഷത്തോളമായി ഈ ഫീൽഡ് തന്നെയാണ്. 6-7 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നു. അതിന് മുമ്പും നാട്ടിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ വന്നു. ഇവിടെ നിൽക്കുന്ന സഹോദരനും പുള്ളി ഗൾഫിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം തന്നെ ഇവിടെ നാട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. നമ്മളെ സഹായിക്കാൻ ചേച്ചിമാരുണ്ട്. 3 ചേച്ചിമാരുണ്ട് ഇവിടെ. ഇവിടെ ഫിഷ് വെട്ടി തരാനും ബീഫിൻ്റെ കാര്യം നോക്കാനും പിന്നെ എല്ലാ സഹായത്തിനും അവരുണ്ടാവും. ഇത് 5 മിനിറ്റിൻ്റെ കാര്യമാണ്. 5 മിനിറ്റ് വേണ്ടത്. ഒരു മാക്സിമം ഒരു 2 മിനിറ്റ് ഓയിൽ കിടന്നാൽ മതി. 2 മിനിറ്റ് ബാക്കി നമ്മൾ അതിനകത്ത് പോയി തവയിലിടും. കാണിച്ചത് ഇതാണ് നമ്മുടെ താറ മപ്പാസ്. താറ മപ്പാസാണത്. ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യലായിട്ട് സാധനമാണ് താറ മപ്പാസും കരിമീൻ പൊള്ളിച്ചതും. ഓരോരുത്തർ വന്നിട്ട് കരിമീൻ പൊള്ളിച്ചത് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ തന്നെ ഗസ്റ്റ് കൂടുതലും കരിമീൻ പൊള്ളിച്ചതും താറ മപ്പാസ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ കൂടുതൽ വരുന്നത്. ഈ കൊറോണ ആയപ്പോഴത്തേക്ക് ഈ ബിസിനസ് ഭയങ്കര ഡള്ളായി പോയി. എല്ലാം ഇവിടെ നിന്നല്ല, പൊതുവെ ഹോട്ടൽ ഫീൽഡ് മൊത്തത്തിൽ കൊറോണ കാലം വന്നപ്പം ശരിക്കും ബാധിച്ചു. ഇപ്പം നമ്മൾ കഴിവെടുക്കുകയാണ്. ഈ മസാല ജസ്റ്റ് ഒരു പെപ്പർ എന്ന് ഫ്രഷ് പെപ്പർ തന്നെ ഇടുന്നില്ല. മേലേക്ക് മസാല മീന് അടിയിലും മസാല പിടിപ്പിക്കണം. മസാല തന്നെ പിന്നെ ഇങ്ങനെ ലീവ്സും കറിവേപ്പിലയും ചുറ്റുമാറ്റയും ഇച്ചിരി നട്ട്സും ഇച്ചിരി ക്യാരറ്റ് ചെയ്യിക്കണം. ക്യാരറ്റും കൂടെ ക്യാരറ്റ് ഇത്രയോളം. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പതാണ്. നീറ്റിരുന്നാൽ നമ്മൾ വാഴയിലൊക്കെ പൊതിയാണ്. അതിന് പൊതിന് ശേഷം
ഇതിൻ്റെ സംഭവം ഓക്കെ. നമ്മൾ ഇതിനകത്ത് വെക്കുകയാണ്. നമ്മുടെ ഫുൾ വെളിച്ചെണ്ണ മൊത്തം ഫുള്ളുണ്ടാക്കുന്നത് വെളിച്ചെണ്ണയാണ്. വേറെ ഉപയോഗിക്കാറില്ല ഇവിടെ, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പാചകം നല്ല താല്പര്യമുള്ള ഇതല്ല. പിന്നെ നമ്മുടെ പ്രൊഫഷനായി പോയില്ലത്. നമ്മുടെ എന്താ പറഞ്ഞാൽ കുഞ്ഞാനം തൊട്ട് നമുക്ക് ഇതിനോടായിരുന്നു താല്പര്യം. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് സന്തോഷ്. ചേട്ടനെ ഇവിടെ അപ്പോൾ എത്ര നാളായി? ഇപ്പം കുറച്ച് നാളായിട്ട് വന്നു. നേരത്തെ ഇവിടെ ആയിരുന്നു, 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് എവിടെയായിരുന്നു? ഗൾഫിലായിരുന്നു. ചേട്ടന് ഇതേപോലെ പാചകമൊക്കെ അതെ സംഭവം ഇവിടെ ഈ കൊറോണ കാലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കിട്ടത്, കാരണം അതുപോലെ തിരക്കുള്ള സമയമാണ്. ഈ ക്രിസ്മസ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് നോയമ്പിൻ്റെ ഒരു കാലഘട്ടമാണുള്ള ഇച്ചിരി തൽക്കാലം ഇച്ചിരി ഡള്ളായിട്ട്. അതിന് പിന്നെ കൊറോണയുടെ ഒരു വിഷയമുണ്ട്. ഈ സമയത്തൊക്കെ നല്ല ഫുൾ ബിസിയാണ് സമയം അവിടെ. ഇത് നമ്മളെന്താ ചേട്ടാ ഉണ്ടാക്കുന്നത്? ഇത് കാരി ഫ്രൈ അല്ലേ നിങ്ങൾ പറഞ്ഞു? കാരി ഫ്രൈ പറഞ്ഞു. ഇതങ്ങനെ അപ്പോൾ റെഡി കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ അതൊന്നുമില്ല. കരിമീൻ പൊള്ളിച്ച് ഇല നിർത്തി വെക്കുക, അതിലേക്ക് ചെറിയ നാരങ്ങ കഴിക്കുക. കഴിച്ച ശേഷം പറയുക. ഇതെന്താ ചേട്ടാ? വിനാഗിരി. ഇവിടെ ഈ മസാല മാരിനേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഞങ്ങളിപ്പം ചെയ്യുന്നത് ഇന്നത്തെ ഈ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈമൊക്കെ എത്രയായിരിക്കും? ഈ ഒരു 5 മിനിറ്റ്സ് മതി. 5 മിനിറ്റ്സ്. ഇതാണ് കൊഞ്ച്. നമ്മുടെ ഇവിടെ വേമ്പനാട്ട് കായലിലെ കൊഞ്ച്. വേമ്പനാട്ട് കായലിലെ കൊഞ്ചാണ് ഇത്. നാടൻ കാരി ഫ്രൈ. നിങ്ങൾ ഫ്രൈ ഓർഡർ എടുത്തു. ഇതാണ് വരാല്. ഇതാണ് കരിമീൻ. ഇതും നമ്മൾ വേമ്പനാട്ട് കായലിൽ കരിമീൻ തന്നെയാണ്. ഈ ഫുഡ് ഐറ്റംസ് ഇതാണ് പ്രോൺസ്, ചെമ്മീൻ റോസ്റ്റ് കറി റോസ്റ്റ്. ഓക്കെ. സെമി ഗ്രേവി ഉണ്ടാവും, ഗ്രേവി ഉണ്ടാവും. ഇതാണ് ഞണ്ട് റോസ്റ്റ്. അല്ലേ? ഇത് സെമി ഗ്രേവി ഉണ്ടാവുള്ളൂ. നമ്മളെ ചിക്കൻ റോസ്റ്റാണ്. നമ്മൾ തീർന്ന് ഉണ്ടാക്കി വെച്ചാണ്. തീർന്ന് മനുഷ്യർ ഉണ്ടാക്കാൻ മാത്രം കുറേശ്ശെ ഉണ്ടാക്കി വെച്ചിരിക്കും. ഇത്രയൊക്കെ ഐറ്റംസാണ് വേറെ ഐറ്റംസൊക്കെ തീർന്ന്. പിന്നെ ഊണുണ്ടാകും, മീൽസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ്. ഇത് പോർക്ക് ഫ്രൈ ആണിത്. പോർക്ക് ഫ്രൈ. ഇത് കക്ക ഫ്രൈ. ബീഫ് ഫ്രൈ അല്ലേ?
ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് മെയിനായിട്ടുള്ള ഇത് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ നമ്മുടെ അതാണ്. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈമൊക്കെ എത്ര ആയിരിക്കും? ഇതിന് 1 ഹവറിൻ്റെ മേളിൽ കാണും ബോയിലിംഗ് ടൈം. ക്ലീനിങ് എല്ലാം ഒരു ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരു ഇതിൻ്റെ ബോയിലിംഗ് ടൈം 1 ഹവർ വേണം. പിന്നീട് ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം അടിക്കും. ഓക്കെ ഓക്കെ. നമ്മുടെ കാര്യം റെഡി. നമ്മുടെ പ്ലേറ്റ് നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കാരി സെറ്റ് എന്താ ചേട്ടാ? ഇത് തേങ്ങയാണിത്. തേങ്ങ വറുത്ത് തേങ്ങ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി കാശ്മീരി മുളക് ഇട്ട് വറുത്തെടുത്ത് ഗാർണിഷ് വെക്കണം. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷ്വൽസ് ആണ് ഈ ഷാപ്പിൽ സിറ്റിംഗ് ഏരിയ. നമുക്ക് ഇത്രയും പ്രായമായി എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. താറാവ്, നമ്മുടെ താറാവ് കറി, കരിമീൻ പൊള്ളിച്ചത്, കാരി ഫ്രൈ, അടുത്ത ഇപ്പോൾ കൊണ്ടു. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഫുഡ് വന്നു കപ്പ, ഓക്കെ, അപ്പം, കള്ളപ്പം. നമ്മുടെ രാജേഷ് ചേട്ടാ, പിന്നെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങൾ എന്തായാലും ഈ കോട്ടയം കുമരകം ഭാഗം വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. ചേട്ടൻ വല്ലതും പറയാനുണ്ടോ? എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ സംതൃപ്തിയാണ് ഞങ്ങൾക്ക് സന്തോഷം. ഓക്കെ, എല്ലാവരും കഴിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും വരിക, സഹകരിക്കുക, കഴിക്കുക. ഓക്കെ, ശരി, താങ്ക് യു ചേട്ടാ. ഓക്കെ.